ആദിത്യ പഞ്ചോലിയുമായുള്ള വിവാഹത്തെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും മനസ്സ് തുറന്നിരിക്കുകയാണ് ബോളിവുഡ് താരം സെറീന വഹാബ്. ഒരു സിനിമയുടെ ചർച്ചയ്ക്കിടയിലാണ് ആദിത്യയെ ആദ്യമായി കാണുന്നതെന്നും അത് കഴിഞ്ഞ് 2 ആഴ്ചക്കകം തന്നെ വിവാഹവും നടന്നുവെന്നുമാണ് നടി പറയുന്നത്. ആദിത്യ ഇസ്ലാമിലേക്ക് മതം മാറിയിരുന്നില്ലെന്നും നിക്കാഹിനു വേണ്ടി പേര് മാറ്റുകയായിരുന്നുവെന്നും സെറീന കൂട്ടിച്ചേർക്കുന്നുണ്ട്. ലഹ്റൻ റെട്രോ എന്ന എന്റർടൈൻമെന്റ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് സെറീന വഹാബ് മനസ്സ് തുറന്നത്. VHS ടേപ്പിനു വേണ്ടി സിനിമ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് അവർ ബന്ധപ്പെടുന്നതും സംസാരിക്കുന്നതും. എനിക്കതിൽ സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ശരിക്കുമുള്ള സിനിമ പോലെ തന്നെയായിരിക്കും ഇതുമെന്ന് അവർ പറഞ്ഞു. ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ഞാനത് അംഗീകരിക്കുകയും ചെയ്തു. അവിടെ വെച്ചാണ് നിർമ്മലിനെ, അതായത് ആദിത്യ പഞ്ചോലിയെ ആദ്യമായി കാണുന്നത്. സെറീന വഹാബ് പറയുന്നു. സുമുഖനും എന്നേക്കാൾ ഇളയവനുമായിരുന്നു നിർമ്മൽ. എന്നാൽ നിങ്ങൾ വിശ്വസിക്കാൻ സാധ്യതയില്ല, അത് കഴിഞ്ഞ് 15-20 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ വിവാഹിതരായി. അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ വെച്ച് എന്റെ ഭർത്താവിനെ കണ്ടുമുട്ടണമെന്ന് എന്റെ തലയിൽ എഴുതിയിരുന്നു. രണ്ടുപേരും 2 മതക്കാരായത് ജീവിതത്തെ ബാധിച്ചില്ലെന്നും സെറീന വഹാബ് പറയുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ ആളുകൾ പലതും പറഞ്ഞു. അവൻ സുന്ദരനാണ്, വളരെ ചെറുപ്പമാണ്, ഈ ബന്ധം 5 മാസത്തിനപ്പുറം പോകില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. എന്നാൽ ഇപ്പോൾ 36 വർഷമായി. എന്റെ വീട്ടിൽ മതത്തിന്റെ പേരിലുള്ള ഒരു വേർതിരിവും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നമസ്കരിക്കും. ഭർത്തൃ വീട്ടുകാരും നല്ല പെരുമാറ്റമാണ്. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ലെന്നും നടി പറയുന്നു. കല്യാണത്തിന്റെ ഭാഗമായി നിക്കാഹ് ചടങ്ങും ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളെ പോലെ തോന്നിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പേര് മാറ്റി. എന്നാൽ ഇസ്ലാമിലേക്ക് മതം മാറുകയൊന്നും ചെയ്തിരുന്നില്ല. ഒരു പാകിസ്ഥാനി ഷോയിലെ കഥാപാത്രത്തിന്റെ പേരിഷ്ടപ്പെട്ടാണ് മകൾക്ക് സന എന്ന് പേരിട്ടത്. ആദിത്യയുടെ ഒരു കഥാപാത്രത്തിൽ നിന്ന് കടം കൊണ്ടാണ് മകന് സൂരജ് എന്നും പേരിട്ടത്. അവർക്ക് മുസ്ലിം പേരിടണോ ഹിന്ദു നാമം നൽകണോ എന്ന തരത്തിലൊന്നും ചർച്ച നടന്നിരുന്നില്ല. ഇഷ്ടപ്പെട്ട മതം തിരഞ്ഞെടുക്കാൻ മക്കളെ വിട്ടിരിക്കുകയാണെന്നും സെറീന വെളിപ്പെടുത്തി. കങ്കണ റണാവത്ത് ആദിത്യക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ അവർ തള്ളിക്കളയുകയും ചെയ്തു. കങ്കണയുമായി എനിക്ക് നല്ല ബന്ധമായിരുന്നു. അവർ പലപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്നു. എന്താണ് അവരുടെ പ്രശ്നമെന്നറിയില്ല. ഒരിക്കലും മോശം ഭർത്താവല്ല അദ്ദേഹം. ഒരിക്കലും മോശമായി പെരുമാറുകയോ പീഡിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. പകരം ഞാനാണ് അങ്ങോട്ടടിക്കാറുള്ളത്. ആഗ്രഹിച്ചത് കിട്ടാത്തത് കൊണ്ടാകും പെൺസുഹൃത്തുക്കൾ ആദിത്യയെക്കുറിച്ച് പലതും പറയുന്നതെന്നും സെറീന വഹാബ് കൂട്ടിച്ചേർത്തു.